ദേ ഇക്കാണുന്ന വലിയ ആൾക്കൂട്ടത്തിൻ്റെയും തിരക്കിൻ്റെയൊക്കെ മെയിൻ റീസൺ ദേ ഇതാണ്. ഇന്നാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ വിശുദ്ധ യാക്കോസ്ലിയുടെ പെരുന്നാളിൻ്റെ അവസാന ദിവസം. ബിനോയ് ഇത്തവണ നാട്ടിലുള്ളത് കൊണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് സംതിങ് സ്പെഷ്യലാണ്. അല്ലെങ്കിലും ഈ പ്രവാസികൾക്ക് അവർ നാട്ടിൽ ലീവിന് വരുമ്പോഴുള്ള പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെയുള്ള സന്തോഷം. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളൊരു പെരുന്നാൾ കൂടിയിട്ടും കൊല്ലം 1-2 കഴിഞ്ഞു. അതിനിടയിൽ ഐസ്ക്രീം എങ്ങനെ വൃത്തിയായി കഴിക്കാം എന്നുള്ള പഠനത്തിലായിരുന്നു ആഞ്ചലീന. അവളെ പഠിപ്പിച്ചത് ആളുടെ പപ്പ. പക്ഷേ ആഞ്ചലീനയേക്കാൾ മോശമായാണ് അവളുടെ പപ്പ ഐസ്ക്രീം കഴിക്കാൻ പഠിപ്പിച്ചത്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ചുള്ള കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തു. കാരണം ഇനി അവൻ തിരിച്ചു പോയാലും ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇതൊക്കെയല്ലേ സന്തോഷം. എല്ലാ കൊല്ലവും ഫെബ്രുവരി 1st വീക്കാണ് നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ. ഒരു തവണ ഈ പെരുന്നാൾ കൂടിയ ആൾ അടുത്ത തവണ അതേ സമയത്ത് കൃത്യമായി ഇവിടെ എത്തും. അതാണ് അതിൻ്റെ കുട്ടൻസ്. കുറച്ചു നേരം പള്ളിപ്പറമ്പിൽ സൊറ പറഞ്ഞിരുന്ന ശേഷം നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഷോപ്പിംഗ്. പിന്നെ പള്ളിപ്പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് പോയാൽ അന്നൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആഞ്ചലീനയും പപ്പയും അവരുടേതായ ഷോപ്പിങ്ങിൽ തിരക്കിലായിരുന്നു. അങ്ങനെ ചില കുട്ടി കുട്ടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ കാണാം. ബൈ.